നിങ്ങളെ റവന്യൂവിലെ ഉദ്യോഗസ്ഥരും കൂടി ഞങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. എല്ലാ തരത്തിലും ചൂഷണം ചെയ്ത് ഞങ്ങളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നത്. ഈ അടിമപ്പണി ദയവായിട്ട് നിർത്തണം. എന്റെ മാനസിക നില തകർന്നു പോകുന്ന അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. പലരുമായിട്ട് സംസാരിച്ച് മനുഷ്യന്റെ സമനിലയും മാനസികമായിട്ടുള്ള ആരോഗ്യം നഷ്ടപ്പെട്ട് ഞാൻ അന്നെങ്കിൽ ആരെങ്കിലും കൊല്ലും, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ കൊല്ലും. അതുകൊണ്ട് ദയവായിട്ട് എന്നെ ഈ ജോലിയിൽ നിന്ന് പിന്മാറാൻ അനുവദിക്കണം. എന്നെ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഞാൻ മടുത്തട്ടാ പറയുന്നത്, സഹി കെട്ടാവട്ടാ പറയുന്നത്. ഞാനല്ല വില്ലേജ് ഓഫീസിന് മുമ്പിൽ വന്ന് ഞാൻ വിഷം കടിച്ച് ഞാൻ ചാകും. അത് കളക്ടറേറ്റിലായിരിക്കും, എവിടെയായിരിക്കും. എനിക്ക് അതുപോലെ മാനസിക സമ്മർദ്ദമാണ്. എനിക്ക് സ്വൈര്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കല്ല ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഡിജിറ്റലൈസേഷൻ 1 മിനിറ്റ് കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സംഗതി ശരിയാ. ഇങ്ങർക്കൊക്കെ AC റൂമിൽ നിന്നുകൊണ്ട് പറയാം. ഇതൊന്നും വെളിയിരിക്കുന്ന വെയിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യന്റെ ബുദ്ധിമുട്ട് എന്നാന്നുള്ള അറിയത്തില്ല. ജനത്തിന് തെറിയേക്കാനും നിങ്ങളെ തെറിയേക്കാനും പറ്റത്തില്ല. ഒന്നേ ഞാൻ ആത്മഹത്യ ചെയ്യും. അതിന് ഉത്തരവാദി ഈ ഇലക്ഷൻ കമ്മീഷനും ഈ SIR ആണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ ഇന്നലെ നമ്മൾ പുറത്തു വന്നത് ആന്റണിയുടെ, അതായത് മുണ്ടക്കയത്തെ 110 നമ്പർ ബൂത്തിലുള്ള ആ ഒരു BLOയുടെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം പറയുന്നത് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ, അവർ ഉന്നയിക്കുന്ന പരാതികൾ, അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, കൃത്യമായ സമയത്ത് വോട്ട് ചേർക്കാൻ പറ്റാതെ വരുമോ എന്നുള്ള ആശങ്കയിൽ അവർ തങ്ങളോട് തർക്കിക്കുകയും ബഹളമുണ്ടാക്കുകയും ചെയ്യുന്നു. പല സമയത്തും ഇത് പൂരിപ്പിച്ച് നൽകാൻ പോലും പല ആളുകൾക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യമേ ഫോം കൊടുത്തിട്ട് പോയി പിന്നെയും ചെന്ന് അത് പൂരിപ്പിച്ച് നൽകേണ്ട ഗതികേട് വരെ ഇവർക്ക്, പ്രശ്നങ്ങൾ വരെ ഇവർക്ക് ഉണ്ടാകാറുണ്ട്. അതിന് തക്കതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഡിജിറ്റൽ സംവിധാനങ്ങൾ പോലും ഒരുക്കി നൽകുന്നില്ല, ഇന്റർനെറ്റ് ഇല്ല, ഫോണില്ല. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, കൃത്യസമയത്ത് ഈ വോട്ട് ചേർക്കാൻ പറ്റുവാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. അതേ സമയത്ത് തന്നെയാണ് മറുവശത്ത് ഉദ്യോഗതലത്തിൽ മുകളിൽ നിന്നുമുള്ള സമ്മർദ്ദം, കൃത്യസമയത്ത് ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള സമ്മർദ്ദം. ഇത് രണ്ടും കൂടിയാവുമ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കാതെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് ഈ ആളുകൾ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്നലത്തെ ഓഡിയോ സന്ദേശത്തിൽ കൂടിയും വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. അതിന് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഓഡിയോ സന്ദേശം പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കാര്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.